ടി ജയപ്രകാശും എം ആർ ശിവയുമുണ്ട്, സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളാണ്. ശ്രീ ജയപ്രകാശ്, നമ്മൾ അധികം ഇതിപ്പോൾ നിങ്ങളുടെ മകൻ വേർപിരിഞ്ഞു പോയിട്ട് ഈ പറയുന്ന ഈ വരുന്ന 18-ാം തീയതി ഒരു വർഷം തികയാൻ പോവുക. ആ ദിവസങ്ങളിൽ നമ്മൾ നിരന്തരം ചർച്ച നടത്തിയതാണ്. നമ്മൾ നിരന്തരം ഈ ആവശ്യങ്ങളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. എന്നിട്ടും അതേപോലെ തന്നെ സംഭവിക്കുന്നു. ശ്രീ ജയപ്രകാശ്, ഇവിടെ വ്യത്യാസം എന്താണ്? ഇവിടെ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ആയുസ്സിൻ്റെ ബലം കൊണ്ട് മരണം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു കൊലപാതകം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ഉണ്ടായില്ല. ബാക്കി നോക്കൂ, ബാക്കി എല്ലാം അങ്ങനെ തന്നെയാണ്. അവിടെ മാസങ്ങളായി പീഡനം നടക്കുന്നു, ആരോരും അറിയുന്നില്ല. അവിടെ വിലാപങ്ങൾ ഉയരുന്നു, ആരോരും കേൾക്കുന്നില്ല. ഇങ്ങനെയുണ്ടോ ഒരു നാട്, ശ്രീ ജയപ്രകാശ്? അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇനി ഈ റാഗ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ആ ക്രിമിനലുകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ മാത്രം കുറ്റം പറയുന്നതല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു റാഗ് ചെയ്ത കൊലയോ റാഗിങ്ങോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പിന്തുണയ്ക്കാനും അല്ലെങ്കിൽ അതിനെ അവർ രക്ഷപ്പെടുത്താനുമുള്ള ഒരു ബോഡി, ആ ബോഡി ആരൊക്കെയാണ് അത് നോക്കുക. അത് രാഷ്ട്രീയമാവാം, പോലീസാവാം, അല്ലെങ്കിൽ വക്കീലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തോ ആവാം. ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റാഗിംഗ് എന്ന് പറഞ്ഞ ക്രൂര കൊലപാതകം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു റാഗിങ് ചെയ്തു കഴിഞ്ഞാൽ ചെയ്തവരാരാണോ അവൻ ശിക്ഷ അനുഭവിക്കട്ടെ എന്നുള്ള ഒരു രീതി ഇതുവരെയ്ക്കും നമ്മളെ കേരളത്തിൽ വന്നിട്ടില്ല. അങ്ങനെ വരാത്തിടത്തോളം കാലം ഈ റാഗിങ് ഇങ്ങനെ ഉണ്ടാവും, റാഗിങ് കൊലയും ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തടയിടേണ്ടത് രാഷ്ട്രീയക്കാരല്ല. രാഷ്ട്രീയം നോക്കും, അവരെ കാര്യം നോക്കും. പോലീസല്ല, പോലീസിന്റെ ജോലി നോക്കും, അവർ നോക്കും. നീതിപാലകരും ന്യായാധിപരല്ല, അവരെ വക്കീലിൽ അവരെ പണി നോക്കും, അവർ ജാമ്യം വാങ്ങി കൊടുക്കും, അവർ കാശ് വാങ്ങും. പക്ഷെ അവർക്കൊന്നും ഇത് പറ്റില്ല. ഇത് തടയിടണമെങ്കിൽ ഇത് ഇനി പൊതുജനങ്ങൾ ഇറങ്ങിയാൽ തന്നെ പറ്റുള്ളൂ. പക്ഷെ അത് അത്രത്തോളം എളുപ്പമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കും അവരുടെ കാര്യങ്ങളുണ്ട്, അവരുടെ ജോലിയുണ്ട്. ഇനി അവർ ഈ നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ വിചാരിച്ചാലും പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വൈറസ് പോലെ ഇത് പിടിച്ചു കഴിഞ്ഞു, അതിന്റെ കൂടെ മയക്കുമരുന്നു. ഇനി അവർക്കത് പാടില്ല. ഇതിനോട് കരകയറാൻ പറ്റില്ല. എല്ലാവർക്കും വേണം ഇത് രാഷ്ട്രീയ പ്രവർത്തിക്കാനായിട്ട്. അതുകൊണ്ട് അവർ വൈറസ് പോലെ ഓരോ ഡോസ് അങ്ങ് കൊടുക്കുക, മയക്കുമരുന്ന് പോലെ കാര്യം കൊടുത്തിട്ട് അവരെ ഭാഗത്തോട്ട് പിടിച്ചെടുക്കുക. നിങ്ങളുടെ മകൻ അനുഭവിച്ച ക്രൂരത എന്തൊരു ക്രൂരമായിരുന്നു എല്ലാവർക്കും അറിയാം. അവിടെ അതിലാകെ ഒരു സംശയം, ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ സംശയം മാത്രം നിലവിൽ നിൽക്കുന്നുള്ളൂ. അത്രമാത്രം കൊല്ലാക്കൊല അനുഭവിച്ച് റാഗിംഗ് എന്ന് നാട്ടുകാർക്ക് മൊത്തം ബോധ്യപ്പെട്ട, എല്ലാവർക്കും ബോധ്യപ്പെട്ട സംഭവമാണ്. നോക്കൂ ശ്രീ ജയപ്രകാശ്, വർഷം ഒന്ന് പൂർത്തിയാകും മുന്നേ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കകം തന്നെ അവർക്ക് തിരികെ കോളേജിലേക്ക് പോകാൻ എക്സാം എഴുതാൻ ഉത്തരവുണ്ടായി. പിന്നെ നിങ്ങൾ അതിന് പിന്നാലെ പോയതുകൊണ്ടാണ് അത് റദ്ദായത്. അപ്പൊ നമ്മുടെ നിയമമുണ്ട്. എന്താ കാര്യം? തീർച്ചയായും ജയപ്രകാശ്, അതെ, അവർക്ക് അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് കൊടുക്കാനുള്ള അവർക്ക് സപ്പോർട്ട് കൂടെ. യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്ന് അവരുടെ ഒപ്പോസ് ചെയ്തില്ല. ഈ കുട്ടികളെ കയറരുത് എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഒപ്പോസ് ചെയ്തില്ല. പേരിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അവരെ കയറ്റി അവരെ വീണ്ടും പഴയപടി എക്സാം എഴുതുക, അവർക്ക് ക്ലാസ് കയറുക എന്നുള്ള ഒരു രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ചിലപ്പോൾ കോടതിയും പറഞ്ഞാണ് കുട്ടികളല്ലേ, അവർ പഠിക്കട്ടെ എന്നുള്ള രീതിയിലോട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷെ നഷ്ടപ്പെട്ടവനെ അതിന്റെ വേദന അറിയാവൂ. ബാക്കിയുള്ളവർക്കൊക്കെ അതിന്റെ നിയമവും അതിന്റെ വക്കീലും ബാധിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആരും കുറ്റം പറയുന്നില്ല, എല്ലാവർക്കും അവരവരുടെ ജോലിയുണ്ട്, ഞാനും ബഹുമാനിക്കുക. പക്ഷെ നഷ്ടപ്പെട്ടവനെ അതിന്റെ വേദന അറിയാവൂ. അതുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ പോയി. അവരത് വിധി വാങ്ങി, എക്സാം എഴുതാനുള്ള വിധി വാങ്ങി, ക്ലാസ്സിൽ കയറാനുള്ള അതിനുള്ള വിധി വാങ്ങി. നമ്മൾ വിചാരിച്ചു ഇനി അങ്ങനെ അവർക്ക് പഠിക്കാൻ പറ്റൂലല്ലോ, വിധി വരട്ടെ, ബാക്കിയുള്ള വിധി വരട്ടെ. അങ്ങനെ വിട്ടുകൊടുക്കാനും പറ്റില്ല, നമുക്കാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ കയറി സമൂഹത്തിന്റെ ഇടയിൽ നമ്മളെ നോക്കി പല്ലിളിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവർ കയറി അങ്ങ് പഠിക്കേണ്ട, നമ്മൾ വളരെ മോശക്കാരനായിട്ടുള്ള രീതിയിൽ ചിന്തിക്കണ അങ്ങനത്തെ നമ്മളോട് തന്നെ ഒരു അപകർഷാബോധം തോന്നിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും അതിന്റെ അപ്പീലിന് പോയി അവർക്ക് ആദ്യമുണ്ടായ ഡീബാർ എങ്ങനെയായിട്ടുള്ള വിധി അതേ രീതിയിൽ തന്നെ നിലനിർത്താൻ സാധിച്ചത്. ശരിക്കും ബഹുമാനപ്പെട്ട കോടതി അതിൽ നമുക്കൊരു നല്ല രീതിയിലുള്ള വിധി തന്നു, അല്ലെങ്കിൽ അതിന്റെ ന്യായമായ പക്ഷം കണ്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയും അങ്ങനെ ഉണ്ടാവും. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ആദ്യം മുതലേ. അമ്മ, നിങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണരുത്. കാര്യം അതിലൊരു കരച്ചിലുണ്ട്. ആ കരച്ചിൽ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു കരച്ചിലാണ്, ഒരു വല്ലാത്ത വിലാപമാണ്, ഒരു പിടച്ചിലിന്റെ വിലാപമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് വീട്ടിൽ വരുന്ന കുട്ടികൾ ആ ഹോസ്റ്റൽ മുറിയിൽ കേട്ട ചില നിലവിളികളെ പറ്റി പിന്നെ ആരും അതിനെപ്പറ്റി പറഞ്ഞു കേട്ടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സമാനമാണ് നിങ്ങളുടെ മകനുണ്ടായ അതേ അനുഭവം ആ ഹോസ്റ്റലിലെ കുട്ടികൾക്കുണ്ടാവുന്നുണ്ട്. ആകെയുള്ള മാറ്റം, നിങ്ങളുടെ മകന് ജീവൻ നഷ്ടമായി. ഇവിടെ അവർക്ക് ഭാഗ്യത്തിന് അവരുടെ ആയുസ്സിന്റെ ബലം കൊണ്ട് ജീവൻ നഷ്ടമായില്ല, അത്രയേ ഉള്ളൂ. ശ്രീമതി ഷീബ, 3 ദിവസം 3 രാത്രി അലർച്ച കോളേജിൽ കേട്ടു എന്ന് പറയുന്നത്. ഒരു കുട്ടിയോ ആരെങ്കിലും ഒന്ന്
അറ്റ്ലീസ്റ്റ് ഒരു കോൾ ഒരു ഫോൺ കോളിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോഴും ധൈര്യമാണ്. അവരിപ്പോൾ പഠിക്കാൻ കയറി 2 ദിവസമാണെങ്കിൽ പോലും കോളേജിൽ കയറി. ആരാണ് അവർക്ക് അനുവാദം കൊടുത്തത്? ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ നിന്ന് പോയില്ല എങ്കിൽ അവരിപ്പോൾ പഠിക്കില്ലേ? യൂണിവേഴ്സിറ്റിയാണ് അവർക്ക് പഠിക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുകയാണ്. അവർക്ക് ധൈര്യം കൊടുത്തിരിക്കുന്നു. ശിക്ഷ എത്രത്തോളം കുറയോ അവിടെ റാഗിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും. രക്ഷിക്കാൻ ആളുള്ളിടത്തോളം കാലം ഇതുപോലെ സിദ്ധാർത്ഥൻ 1 വർഷമായിട്ടും ഒരു മാറ്റവും ഇല്ല, കൂടുന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ധൈര്യമാണ് ആ കുട്ടികൾക്കുള്ളത്? അവർക്ക് ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? റാഗിങ്ങിന് ഇരയായ കുട്ടികൾ പറയാതിരിക്കാൻ എവിടെ നിന്നാണ് അവർക്ക് പേടി വരുന്നത്? എവിടുന്ന് പേടി ഉണ്ടാകുന്നു? അതൊക്കെ ആരാണ്? എവിടെ നിന്ന് തുടങ്ങണം? അപ്പം നമ്മുടെ നിയമമുണ്ട്, എല്ലാത്തിനും നിയമമുണ്ട്. അത് പാലിക്കപ്പെടണം. ഇല്ലെങ്കിൽ ഓരോ കുടുംബവും അവരുടെ കുടുംബത്തിൽ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. ഇറങ്ങുക, എതിർക്കുക. അല്ലെങ്കിൽ ഇതുപോലെ സഹിക്കാൻ പറ്റില്ല. ആർക്ക് സഹിക്കാൻ പറ്റില്ല? 1 വർഷമായിട്ട് പോലും നമുക്കതാ ഓർമ്മിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ അവർക്ക് അവരുടെ മകനെ കിട്ടി, അത് ദൈവഭാഗ്യം.